ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യാത്രയും തീരാറായി ക്ഷീണവും മാറിടാറായി മാത്രനേരമേയുള്ളൂ നാട്ടിൽ ചേരാൻ ആ നാട്ടിൽ ചേരാൻ. യാത്രയും തീരാറായി ക്ഷീണവും മാറിടാറായി മാത്രനേരമേയുള്ളൂ നാട്ടിൽ ചേരാൻ ആ നാട്ടിൽ ചേരാൻ. അല്ലൽ വേടിഞ്ഞു തവ വല്ലഭൻ കാന്തയായി ഹല്ലേലൂയ ഗാനങ്ങൾ പാടി വാഴാം. ഹല്ലേൽ വീടിഞ്ഞു തവ വല്ലഭൻ കാന്തയായി ഹല്ലേലൂയ ഗാനങ്ങൾ പാടി വാഴാം. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. മായലോകം വിട്ട മരുവാസിയാം പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി എന്നൊരു നാടുണ്ട്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മനുഷ്യന് എത്ര കണ്ട് സമ്പത്തുണ്ടായാലും ഒരു കാര്യത്തിന് മനുഷ്യന് ഇന്ന് തൃപ്തിയില്ല. മനുഷ്യന് എത്ര സമ്പാദിച്ചാലും എത്ര ഉണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് പോലും ഇന്നൊരു തൃപ്തി വരാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ എത്രമാത്രം ഈ ലോകത്തിൽ സമ്പാദിച്ചാലും ഏതെല്ലാം രീതിയിലെല്ലാം ഉണ്ടാക്കിയാൽ തന്നെയായാലും നമുക്കൊരു അവസാനം ഒരു മരണമുണ്ടെന്നും മരണശേഷം ഒരു നിത്യതയുണ്ടെന്നും ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും ഈ ലോകത്തിൻ്റെ അപ്പക്കഷണത്തിന് വേണ്ടിയിട്ട് ഓടി നടന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ടി മനുഷ്യൻ അധ്വാനിക്കും, ഭവനം ഉണ്ടാക്കും, മക്കളെ പഠിപ്പിച്ച് ജോലി വാങ്ങിച്ചു കൊടുക്കും, നല്ല നല്ല ഭവനങ്ങൾ പണിയും. ഇതെല്ലാം പണിയുന്നുവെങ്കിൽ തന്നെയും അത് ഈ ലോകത്തിൽ നാം അല്പകാല ജീവിതത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതെല്ലാം സമ്പാദിക്കുന്നതെന്നും ഇങ്ങനെ ജീവിക്കുന്നതെന്നും മനുഷ്യൻ ചിന്തിക്കുന്നില്ല. മനുഷ്യൻ ചിന്തിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതത്തോടു കൂടി ഇത് തീർന്നു പോകുന്ന ഒരു ജീവിതമാണെന്നാണ് എല്ലാവരും തന്നെ ചിന്തിക്കുന്നത്. അനേകം ആൾക്കാർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ യാക്കോബ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതും. ഇനി ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതുമെന്ന് യാക്കോബ് പറഞ്ഞൊരു വാക്കാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം യാക്കോബിന് ഗോത്രപിതാക്കന്മാരുടെ അപ്പനായ യാക്കോബ് പറഞ്ഞൊരു വാക്കാണ്, ഇനി ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതും. യാക്കോബിൻ്റെ സഹോദരനാണ് ഏശാവ്. ഏശാവും യാക്കോബും ഒരു ഭവനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്ത മകനായ ഏശാവിനോടും പറഞ്ഞു, മകനെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എനിക്ക് നല്ല രുചികരമായ ഭക്ഷണം കൊണ്ടുവന്ന് തന്ന് ഞാൻ അത് കഴിച്ച് നിന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഏശാവ് അപ്പന് നല്ല ഭക്ഷണം സമ്പാദിക്കാനായിട്ട് കാട്ടിലേക്ക് പോയി വേട്ടയിറച്ചി സമ്പാദിച്ചു വന്നപ്പോഴത്തേനും അമ്മ ഇളയ മകനോട് പറഞ്ഞു, മകനെ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് നീ ആദ്യം അപ്പന് ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടേ കൊടുക്കണം. ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാം, പക്ഷെ അത് നീ കൊണ്ടേ കൊടുത്ത് അപ്പൻ്റെ അടുത്ത് നിന്ന് നീ അനുഗ്രഹം വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ നല്ല രുചികരമായ ഭക്ഷണം യാക്കോബിൻ്റെ കയ്യിൽ ഉണ്ടാക്കി കൊടുത്തു. ഏശാവിന് ശരീരത്തിൽ രോമമുള്ള വ്യക്തി ആയതുകൊണ്ട് ഒരു മൃഗത്തിൻ്റെ തോലെടുത്ത് യാക്കോബിനെ ഉടുപ്പിച്ചു. അങ്ങനെ അപ്പൻ്റെ അടുത്ത്
കൊണ്ടുപോയി നിർത്തി. അപ്പം മകനെ തപ്പി നോക്കിയപ്പോൾ ഏശാവിൻ്റെ ശരീരമാണെന്ന് തോന്നി. എന്നാൽ ശബ്ദം ഏശാവിൻ്റെ ആണെന്ന് തോന്നി. യാക്കോബിൻ്റെ ശരീരവും ഏശാവിൻ്റെ ശബ്ദവുമാണെന്ന് അപ്പന് തോന്നി. അപ്പൻ ഇതെല്ലാം മനസ്സിലാക്കി ഭക്ഷണമെല്ലാം കഴിച്ച് യാക്കോബിനെ അനുഗ്രഹിക്കുകയാണ്. യാക്കോബിനെ അനുഗ്രഹിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂത്ത മകൻ വേട്ടയാടി അപ്പൻ ആവശ്യമായ ഭക്ഷണ സാധനങ്ങളുമായിട്ട് വരുന്നത്. ഈ സമയത്ത് അനുഗ്രഹങ്ങളെല്ലാം ഇളയ മകൻ വാങ്ങിച്ചെടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അപ്പൻ പറഞ്ഞു, മകനെ ഞാൻ എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം കൊടുത്തല്ലോ എന്ന് പറഞ്ഞപ്പോൾ മൂത്ത മകന് ഇളയ സഹോദരനോട് ദേഷ്യമായി. അങ്ങനെ അമ്മ പറഞ്ഞു, മകനെ നീ എത്രയും വേഗം നീ ഇവിടുന്ന് പോവുക, ലാബാൻ്റെ വീട്ടിലേക്ക് പോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കി നിങ്ങളിൽ ഒരാൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ എത്രയും വേഗം ഇവിടുന്ന് ലാബാൻ്റെ വീട്ടിലേക്ക്, എൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ് യാക്കോബ് സ്വന്തം വീട്ടിൽ നിന്നും പോകുന്ന ഒരു ഭാഗമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം തൊട്ട് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും, യാത്രയിൽ യാക്കോബ് യാത്ര ചെയ്ത് പോകുമ്പോൾ സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചു ഒരു സ്ഥലത്ത് യാക്കോബ് കിടന്നു. അന്നേരം യാക്കോബ് കണ്ട ഒരു സ്വപ്നമാണ്. 28-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം തൊട്ട്. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലേണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളിച്ചെയ്തത്, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. നിൻ്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിൻ്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളിച്ചെയ്തത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ യാക്കോബ് യാത്ര ചെയ്ത് സന്ധ്യയായപ്പോൾ ക്ഷീണിച്ച്, സഹോദരനെ ഭയന്നാണ് പോകുന്നത്, സഹോദരൻ പിറകെ വരുന്നുണ്ടോ എന്നുള്ള ഭയം. അങ്ങനെ ക്ഷീണിച്ച് യാത്ര ചെയ്ത് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ സന്ധ്യയായ സമയത്ത് ഒരു മരുഭൂമിയിൽ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങി. ഒരു കല്ലെടുത്ത് തലണിയായി വെച്ചാണ് യാക്കോബ് അവിടെ കിടന്നുറങ്ങുന്നത്. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ യാക്കോബ് ഒരു സ്വപ്നം കണ്ടു. സ്വർഗത്തോളം ഉയരമുള്ള ഒരു ഗോണിയിൽ കൂടി ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവം യാക്കോബിനോട് സംസാരിച്ചു. അതിൻ്റെ മീതെ യഹോവ നിന്ന് അരുളിച്ചെയ്തത്, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ അപ്പനായ യഹോവയാകുന്നു. നീ ഇന്ന് കിടന്നുറങ്ങിയതായ ഈ സ്ഥലം ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരുമെന്ന് ദൈവം യാക്കോബിനോട് അവിടെ വെച്ച് പറയുകയാണ്. യാക്കോബ് ഉണർന്നു കഴിഞ്ഞപ്പോൾ യാക്കോബ് കണ്ട സ്വപ്നം യാക്കോബിൻ്റെ ഹൃദയത്തിൽ അത് യഥാർത്ഥമായിട്ട് സാക്ഷാൽ ദൈവത്തിൻ്റെ ദൂതനാണ്, ദൈവമാണ് എന്നോട് ഇടപെട്ടതെന്നുള്ളത് യാക്കോബ് മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ഒരു കാര്യം ചെയ്തു. താൻ തലവെച്ചതായ ആ കല്ലെടുത്ത് നിവർത്തി വെച്ച് അതിനകത്ത് എണ്ണയൊഴിച്ച് ദൈവത്തിന് അവിടെ സമർപ്പിക്കുകയാണ് ചെയ്തത്. ദൈവത്തിനവിടെ എണ്ണയൊഴിച്ച് യാക്കോബ് അവിടെ ഒരു നേർച്ച നേർന്നു. നമുക്ക് വായിക്കാം, എന്താണ് നേർച്ച? യാക്കോബ് ഒരു നേർച്ച നേർന്നത്, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകും. യാക്കോബ് കല്ല് തൂണായിട്ട് വെച്ച് അതിൽ അഭിഷേകം ചെയ്തിട്ട് യാക്കോബ് ഒരു നേർച്ച നൽകുകയാണ്. എന്നെ ഈ പോകുന്ന വഴിയിൽ നീ അനുഗ്രഹിക്കുകയും നീ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്യുവാണെങ്കിൽ ഞാൻ എനിക്ക് കിട്ടുന്നതിലെല്ലാം ഞാൻ നിനക്ക്
ദശാംശം തരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യാക്കോബ് വീണ്ടും രാവിലെ എഴുന്നേറ്റ് യാത്ര ചെയ്ത് പോയി തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ വീട്ടിൽ എത്തിച്ചേരുകയാണ്. ലാബാൻ്റെ വീട്ടിൽ ചെന്ന്, ലാബാന് 2 പെൺമക്കളാണുള്ളത്. ലാബാൻ്റെ വീട്ടിൽ ചെന്ന് അങ്ങനെ ലാബാനുമായിട്ട് കണ്ടു, സംസാരിച്ചു, കെട്ടിപ്പിടിച്ച് അവർ കരഞ്ഞു. ലാബാന് ധാരാളം ആടുകളുണ്ട്. ഈ ആടുകളെ മേയ്ക്കുകയും അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുകയാണ് യാക്കോബ്. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ലാബാൻ പറഞ്ഞു, നീ എനിക്ക് വെറുതെ ജോലി ചെയ്യണ്ട, നീ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ഒരു മകളെ നിനക്ക് വിവാഹം കഴിച്ച് തരാം എന്ന് ലാബാൻ യാക്കോബിനോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ യാക്കോബ് തൻ്റെ ഈ ലാബാൻ്റെ ഇളയ മകളായ റാഹേലിനെ ഏറ്റവും അധികം സ്നേഹിക്കുകയും റാഹേലിന് വേണ്ടിയിട്ടാണ് യാക്കോബ് യഥാർത്ഥമായി അത് സമ്മതിക്കുകയും ചെയ്തത്. റാഹേലിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു. അങ്ങനെ 7 വർഷം ലാബാൻ പറഞ്ഞു, 7 വർഷം എന്നെ നീ എൻ്റെ വേല ചെയ്ത് എൻ്റെ കാര്യങ്ങൾ നോക്കണം, അതിനുശേഷമേ നിനക്ക് എൻ്റെ മകളെ വിവാഹം കഴിച്ച് തരികയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ചെയ്തു. യാക്കോബ് 7 വർഷം അവൻ്റെ ലാബാൻ്റെ വീട്ടിലെ ജോലി ചെയ്ത് ആടുകളെ മേയിച്ച് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞ് 7 വർഷമായി കഴിഞ്ഞപ്പോൾ ലാബാൻ യാക്കോബിന് മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് താൻ സ്നേഹിച്ചിരുന്ന റാഹേലിനെ അല്ല വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്തുണ്ടായി? റാഹേലിന് പകരം മൂത്ത സഹോദരിയായ ലേയയാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. യാക്കോബ് നോക്കിക്കഴിഞ്ഞപ്പോൾ യാക്കോബിന് ഇത് എന്നെ ചതിക്കുകയാണല്ലോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലാബാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ലാബാൻ പറഞ്ഞു, മകനെ, ഇനി മൂത്ത ആളിരിക്കുമ്പോൾ ഇളയവളെ എങ്ങനെയാണ് വിവാഹം കഴിച്ചു തരുന്നത്? അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ യാക്കോബ് അപ്പനെ കൗളിപ്പിച്ച് ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠാവകാശം തട്ടി കള്ളത്തരം കാണിച്ച് പോന്ന യാക്കോബിന് അതേ രീതിയിൽ തന്നെ തിരിച്ച് യാക്കോബിനും ഇങ്ങനെ ഉള്ളതായ ഒരു അനുഭവം ഉണ്ടായി. അപ്പനെ പറ്റിച്ചതുപോലെ യാക്കോബിനെയും ലാബാൻ പറ്റിച്ചു. അങ്ങനെയാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞ് ലാബാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, 7 വർഷവും കൂടി എന്നെ സേവിച്ചു കഴിഞ്ഞാൽ നിനക്ക് റാഹേലിനെ വിവാഹം കഴിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 7 വർഷവും കൂടി ഈ യാക്കോബ് റാഹേലിനെ വേണ്ടി 7 വർഷവും കൂടി വീണ്ടും തൻ്റെ ആടുകളെ നോക്കുകയും എല്ലാം ചെയ്ത് ആ വീട്ടിൽ താമസിച്ചു. അങ്ങനെ താമസിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും റാഹേലിനെ വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ 7 14 വർഷം 2 സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആരാധന ഉണ്ടായിരുന്ന കുടുംബത്തിൽ നിന്നും പുറപ്പെട്ടു പോന്ന ഒരു ദൈവവൈദ്യരായിരുന്നു യാക്കോബ്. യാക്കോബിൻ്റെ വീട്ടിൽ ആരാധന ഉണ്ടായിരുന്നു, യാഗം കഴിക്കുമായിരുന്നു. അങ്ങനെയെല്ലാം ദൈവത്തെ ആരാധിച്ചു പോന്ന ഒരു കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതായ ഒരു ദൈവവൈദ്യന് യാതൊരുവിധ ദൈവത്തെ അന്വേഷിക്കുകയോ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നോ എന്നെ സ്നേഹിച്ച ഒരു ദൈവമുണ്ടെന്നോ എന്നെ ബേഥേലിൽ വെച്ച് എന്നോട് സംസാരിച്ച ആ ദൈവമുണ്ടെന്നോ ഒന്നും യാക്കോബ് ചിന്തിക്കുന്നില്ല. യാക്കോബ് സമ്പാദിക്കാനായിട്ട് നടക്കുകയാണ്. അത് കഴിഞ്ഞൊരു 6 വർഷവും കൂടി യാക്കോബ് എന്തു ചെയ്തു? ലാബാൻ 2 മക്കളെ വിവാഹം കഴിച്ച് കിട്ടി. അത് കഴിഞ്ഞൊരു 6 വർഷവും കൂടി ഈ ലാബാൻ്റെ ആടുകളെ മേയിച്ചു. ലാബാൻ്റെ സമ്പത്തിന് വേണ്ടിയിട്ട് ഈ യാക്കോബ് ലാബാൻ്റെ അടുത്ത് ജീവിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 7 14 6 20 വർഷം കഴിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് യാക്കോബ് ചിന്തിക്കുന്നത്, ഞാൻ ആരാധനയുള്ള എൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ട് ഞാൻ ദൈവത്തെ ജീവിച്ച ഒരു മനുഷ്യൻ ഇത്രയും കാലം എൻ്റെ ജീവിതം നഷ്ടമായി പോയില്ലോ എന്ന് യാക്കോബിന് മനസ്സിലായി. ഇത്രയും കാലം ഞാൻ ദൈവത്തെ അറിയാതെയാണല്ലോ എൻ്റെ സമ്പത്തിന് വേണ്ടിയിട്ടും 2 ഭാര്യമാർക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തി കളഞ്ഞത്. എൻ്റെ ജീവിതം നഷ്ടമായി പോയില്ലോ എന്ന് ഈ യാക്കോബിന് അവിടെ വെച്ച് മനസ്സിലായി. അന്നേരമാണ് യാക്കോബ് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം, ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും. ഈ സമയം അത്രയും യാക്കോബ് ജീവിച്ചത് യാക്കോബിൻ്റെ ഈ ഭൂമിയിലുള്ളതായ നിസ്സാരമായ ജീവിതത്തിന് വേണ്ടിയിട്ട്. ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ സകലമാന മനുഷ്യൻ്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് മഹാസമുദ്രത്തിൽ കിടക്കുന്ന ഒരു തുള്ളി വെള്ളത്തിൻ്റെ അളവ് മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ ഭൂമിയിലെ ആയുസ് എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. സകലമാന മനുഷ്യർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. 70 അല്ലെങ്കിൽ 80 90 100 110 വയസ്സ് വരെയൊക്കെയാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. അത് സമുദ്രത്തിൽ കിടക്കുന്ന ഒരു തുള്ളി വെള്ളത്തിൻ്റെ അളവ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതിനുശേഷമുള്ള ജീവിതമാണ് നിത്യത. ആ
ആ നിത്യത നാം എവിടെ ജീവിക്കും, ആരോടുകൂടെ ജീവിക്കും, എങ്ങനെ ജീവിക്കുമെന്ന് ഈ ഭൂമിയിൽ, ഈ നിസ്സാരമാകുന്ന കാലങ്ങൾ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നാം ചിന്തിക്കണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോകും? എൻ്റെ ആത്മാവ് എവിടെ പോകും? എൻ്റെ ആത്മാവ് ദൈവത്തോടു കൂടിയാണോ, അത് ദൈവമായിട്ട് ബന്ധത്തിലാണോ ഞാൻ മരിക്കുന്നത്? ശരണത്താൽ, ദൈവത്തിനോടുള്ള ശരണത്താലാണോ ഞാൻ മരിക്കുന്നതെന്നുള്ള ഒരു ചിന്താഗതി നമുക്കെല്ലാവർക്കും വേണം. മനുഷ്യനത് ചിന്തിക്കുന്നില്ല. മനുഷ്യൻ അല്പകാല ജീവിതത്തിന് വേണ്ടിയിട്ട്, ഈ 100 അല്ലെങ്കിൽ 110 വയസ്സ് വരേക്കും ജീവിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിൽ എന്തെല്ലാമാണ് മനുഷ്യൻ ചെയ്യുന്നത് പ്രിയമുള്ളവരെ. സഹോദരങ്ങളെ ഉപദ്രവിക്കാനോ, സഹോദരങ്ങളെ വഞ്ചിച്ച് പൈസ ഉണ്ടാക്കാനോ, ഇതിനൊന്നും മനുഷ്യന് യാതൊരു മടിയുമില്ല. ആരെ കൊന്നിട്ടായാലും എനിക്ക് പണം ഉണ്ടാക്കണം, ആരെ കൊന്നിട്ടായാലും എനിക്ക് വലിയവനാവണം, ആരുടെ മുമ്പിലും എനിക്ക് വലിയവനായിട്ട് നിൽക്കാൻ ഞാൻ ഈ ലോകത്തിൽ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടായാലും എന്തു പ്രയോജനം? ദൈവമില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അറിയാതെ ഈ ഭൂമിയിൽ നാം ജീവിച്ചു കഴിഞ്ഞാൽ, നാം ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ, ഈ ഒരു തുള്ളി വെള്ളമാകുന്ന ഈ ഭൂമിയിലെ നിസ്സാരമാകുന്ന ആയുസ് അത് എത്ര ക്ഷണികം തീർന്നു പോകുന്നു പ്രിയമുള്ളവരെ. എത്രമാത്രം പെട്ടെന്ന് തീർന്നു പോകുന്നു. ആ ആവിയായി പോകുന്നതായ ഈ ഭൂമിയിലെ ആയുസ് എന്ന് പറഞ്ഞാൽ എത്രയോ പെട്ടെന്ന് തീർന്നു പോകുന്നു. അതിനുശേഷം നമ്മുടെ ആത്മാവ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതായ ആ നിത്യഭവനത്തിൽ നാം ചെന്നില്ലെങ്കിൽ അത് നഷ്ടമായി പോവും. അതാണ് മനുഷ്യന് വേണ്ടത്. മനുഷ്യൻ വേണ്ടത് ഈ എന്തൊക്കെ സമ്പാദിച്ചാലും, ഏതൊക്കെ രീതിയിൽ ജീവിച്ചാലും, എങ്ങനെയൊക്കെ ആയാലും നാം നമ്മുടെ സ്വന്തം ഭവനം, നാം ലാസ്റ്റ് നാം അവസാനമായിട്ട് ജീവിക്കേണ്ടതായ ഭവനത്തിന് വേണ്ടി നാം എന്തെങ്കിലും സമ്പാദിക്കണം. ഈ മരണശേഷമുള്ള ജീവിതം നാം എവിടെ ജീവിക്കുമെന്നും അത് നാം മനസ്സിലാക്കി ജീവിക്കണം. അതാണ് ഈ ചെറിയ കാലയളവ് ദൈവം മനുഷ്യന് ഈ ഭൂമിയിൽ തന്നിരിക്കുന്നത്. യഹോവയായ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ സകലമാന മനുഷ്യനും ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് വേണ്ടി കരുതി ദൈവത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ ഭൂമിയിലുള്ളതെല്ലാം ദൈവം മനുഷ്യന് തന്നതാണ്. പക്ഷേ മനുഷ്യൻ ദൈവത്തെ അറിയാതെ, ദൈവത്തിൻ്റെ വഴിയറിയാതെ, ദൈവത്തെ സ്നേഹിക്കാതെ, ദൈവത്തെ ആരാധിക്കാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവർ നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് അനേകം സ്ഥലങ്ങളിലേക്ക് നോക്കിയാൽ, ആരാധനാ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് ചെറുപ്പക്കാർ പള്ളിയിലില്ല, കുഞ്ഞു കുട്ടികൾ പള്ളിയിൽ ദേവാലയത്തിൽ പോകുന്നില്ല, പ്രാർത്ഥനാ യോഗത്തിന് പോകുന്നില്ല. അവർക്കൊന്നും ആർക്കും ദൈവം വേണ്ട. ഒരു മനുഷ്യന് പോലും ദൈവത്തെ ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ സാധിക്കുന്നില്ല. സന്ധ്യയായി കഴിയുമ്പോൾ ഓരോ വീട്ടിലും സീരിയൽ കാണുകയും മറ്റുള്ളതായ ടി വിയിലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം കണ്ട് ഒരു സന്ധ്യാപ്രാർത്ഥന പോലും കഴിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇന്നത്തെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് ആർക്കും അറിയാൻ പാടില്ല. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം എത്രേ. മനുഷ്യൻ വെറും നിഴൽ പോലെ മാത്രമാണ് പ്രിയമുള്ളവരെ. അത്ര ഉള്ളൊരു മനുഷ്യൻ്റെ ജീവിതം, എന്ന് പറഞ്ഞാൽ എത്രയോ ചെറിയതാണ്. ആ ജീവിതത്തിന് വേണ്ടി ഇത്രമാത്രം കഷ്ടപ്പെട്ട് അനേകരെ ദ്രോഹിച്ച് അനേകരെ കഷ്ടപ്പെടുത്തി അതിനുവേണ്ടി എന്തെല്ലാം മറ്റുള്ള കള്ളസാക്ഷ്യം പറയുകയോ, കള്ളത്തരം കാണിക്കുകയോ, വഞ്ചന കാണിക്കുകയോ, എന്തെല്ലാം കാണിച്ചാണ് മനുഷ്യൻ ജീവിക്കുന്നത്. എന്തിനു വേണ്ടിയാ പ്രിയമുള്ളവരെ? എന്തിനു വേണ്ടിയാ? ഒന്നുമില്ല. ഈ ലോകത്തിലെ ജീവിതം തീരാൻ പോവുക. എന്നാൽ നമ്മുടെ യുഗായുഗങ്ങൾ ജീവിക്കേണ്ടതായ നിത്യഭവനത്തിന് വേണ്ടി നാം എന്തെങ്കിലും സമ്പാദിച്ചില്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവിതം നഷ്ടമായി പോകുമ്പോഴേ. അതുകൊണ്ടാണ് യാക്കോബ് ഇതെല്ലാം അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു. യാക്കോബ് ദൈവത്തെ ആരാധിച്ചു വന്ന കുടുംബത്തിലെ വ്യക്തിയായിരുന്നു. ആരാധനകൾ നടക്കുന്ന ഒരു കുടുംബത്തിൽ ജീവിച്ച മനുഷ്യനായിരുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിലും വേദനയിൽ വെച്ച് ദൈവത്തെ മുഖാമുഖമായി കണ്ട മനുഷ്യൻ, ദൈവത്തെ മുഖാമുഖമായി കണ്ട് അവിടെ വെച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച മനുഷ്യൻ, ദൈവത്തോട് വാക്ക് പറഞ്ഞ മനുഷ്യൻ, അവിടെ വേണ്ടി ദൈവത്തിന് വേണ്ടി നേർച്ച നടന്ന മനുഷ്യൻ, ഇതെല്ലാം 2 സ്ത്രീകൾക്ക് വേണ്ടി 14 വർഷം നഷ്ടപ്പെടുത്തി കളഞ്ഞു. പ്രിയമുള്ളവരെ, 2 സ്ത്രീകൾക്ക് വേണ്ടി, ഈ ലോകത്തിൻ്റെ ഇമ്പത്തിന് വേണ്ടി, 2 സ്ത്രീകളെ സ്നേഹിക്കാൻ വേണ്ടി അയാളുടെ 14 വർഷം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടോ പിന്നെ ഒരു 6 വർഷം തൻ്റെ സമ്പത്തിന് വേണ്ടിയിട്ട് ജീവിച്ചു. സമ്പത്തുണ്ടാക്കാൻ വേണ്ടി, ഈ ലോകത്തിൽ വലിയവനാവാൻ വേണ്ടിയിട്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 20 വർഷം നഷ്ടമായി കഴിഞ്ഞപ്പോഴാണ് യാക്കോബിന് മനസ്സിലാകുന്നത് ഈ കാലം അത്രയും ജീവിച്ചത് നഷ്ടമായി പോയിന്ന്. അങ്ങനെ യാക്കോബ് തിരിഞ്ഞു വന്ന് ദൈവത്തോട് പറഞ്ഞു, ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ യാക്കോബ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് യാക്കോബ് ലാബാൻ്റെ വീട് വിട്ട് സ്വന്തം ഭവനത്തിലേക്ക് വേണ്ടി പിതാക്കന്മാരുടെ കൂടാരത്തിലേക്ക് പോരുവാനായിട്ട് യാക്കോബ് പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, അങ്ങനെ അനേകരിന്ന് ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവർ മടങ്ങി വരണമേ എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നവർ ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ?
എന്നെ കരുതുന്നവരാരെങ്കിലും ഉണ്ടോ? എനിക്ക് വേണ്ടി ജീവിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? എനിക്ക് വേണ്ടി സമർപ്പിച്ച് എൻ്റെ എൻ്റെ യാഗം മൂലം, എൻ്റെ മരണം മൂലം എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കർത്താവായ യേശു ക്രിസ്തു ഓരോ സമയവും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മളെ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ സ്വഭാവങ്ങൾ കണ്ട്, നമ്മുടെ ഈ ലോകത്തിലെ കൊള്ളിയിടാത്ത സ്വഭാവങ്ങൾ കണ്ട് ദൈവദൂതന്മാർ ദുഃഖിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണ്ടേ? പ്രിയമുള്ളവരെ, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ ഭാഗ്യമായിരിക്കും. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവും, അനേകർക്ക് അറിയാവില്ല ഈ വചനം കേൾക്കുന്നവർക്ക്. എനിക്ക് ക്യാൻസർ വന്ന മനുഷ്യനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു 3 വർഷത്തോളം 2.5 വർഷം മുമ്പ് എനിക്ക് ക്യാൻസർ വന്നു. ക്യാൻസർ വന്ന് എന്നെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ബോധം വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഏതോ ഒരു സഭയിൽ ഒരു മനുഷ്യൻ വന്നു. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞ് ആ മനുഷ്യൻ സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ആ മനുഷ്യനോട് 3/4 മണിക്കൂർ സുവിശേഷം പറഞ്ഞു. ഒരു യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട്, ഒരു യേശു ക്രിസ്തുവാണ് എന്നെ വഴി നടത്തുന്നതെന്ന് ആ മനുഷ്യനോട് 3/4 മണിക്കൂർ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു. അന്നേരം ആ സമയത്ത് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു, നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തിപ്പോൾ ഇനി വന്നതല്ലേ ഉള്ളൂ, ഇങ്ങനെ സംസാരിക്കാമോ? കഴുത്തല്ലേ മുറിച്ചത്, അതുകൊണ്ട് സംസാരിക്കാൻ പാടില്ല, മിണ്ടായിരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് സാധിക്കില്ല, എനിക്ക് യേശു ക്രിസ്തുവിനെ പറ്റി പറയാതെ എനിക്ക് സാധിക്കില്ല. യേശു ക്രിസ്തുവാണ് എൻ്റെ ദൈവം. യേശു ക്രിസ്തുവാണ് ഈ നിമിഷം വരേക്ക് എനിക്ക് ആയുസ് നീട്ടി തന്നത്. യേശു ക്രിസ്തുവാണ് എന്നെ വഴി നടത്തുന്നത്. അവൻ്റെ സ്നേഹത്തിൽ നിന്നും പിന്മാറിപ്പോൻ എനിക്ക് സാധിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു അക്ഷയമായിട്ട് ഒരു ദൈവം ജീവിക്കുന്ന ദൈവമുണ്ട്. ഒരു ദൈവം എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. നാശകരമായ കുഴിയിലും കുഴിഞ്ഞ ചേറ്റിലും കിടന്ന് നിത്യനരകത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന് എന്നെ സ്നേഹിച്ച് ഈ സത്യത്തിൻ്റെ കൂട്ടായ്മയെ കൊണ്ട് നിർത്തുകയും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ എനിക്ക് ഭാഗ്യം ചെയ്യുകയും തന്നു. പ്രിയമുള്ളവരെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവേ, ഞാൻ ഇവിടെ നിൽക്കുന്നത് സത്യമാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സ്വപ്നം കാണുന്നത് പോലെയാണ് ഞാൻ ഈ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും എനിക്ക് ഈ ആത്മീയ രംഗത്തേക്ക് കടന്നു വരുവാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ലായിരുന്നു. എന്നാൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട ദൈവം, എന്നെ സ്നേഹിച്ച ദൈവം, എന്നെ വിളിച്ചിറക്കിയ ദൈവം ഇന്ന് ഈ സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് ഉണ്ടെന്ന് നിർത്തി. പ്രിയമുള്ളവർ, ഇത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ലങ്സ് ഡാമേജായി. എൻ്റെ ലങ്സ് ഡാമേജായി കഴിഞ്ഞപ്പോഴും എനിക്ക് പല സ്ഥലത്തും വചനം പറയാൻ പോകുമ്പോൾ എനിക്ക് ഓക്സിജൻ കിട്ടാതെ ഞാൻ പലപ്പോഴും നിന്നു പോയിട്ടുണ്ട്. പ്രിയമുള്ളവർ, എൻ്റെ ലങ്സ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, ഇപ്പോഴും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇൻഹില്ലർ വലിച്ചാണ് പിടിച്ചു നിൽക്കുന്നത്. എന്നെ കാണുന്ന എൻ്റെ ദൈവം, എന്നാലും എൻ്റെ ആയുസ് ഈ ഭൂമിയിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് തീർക്കുവാൻ ദൈവം എനിക്ക് ഓരോ ദിവസവും എനിക്ക് ആയുസ് നീട്ടിത്തരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ രോഗത്താൽ വലയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ ആയുസ് എത്ര കാലമെന്ന് എണ്ണിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ. ദൈവം നമ്മളെ സകലതും അറിയുന്നു. അവൻ നമ്മളെ നോക്കി വഴി നടത്തുന്നു. നമ്മൾ നിത്യപാതയിലേക്ക്, ദൈവത്തിൻ്റെ മുതൽക്കൂട്ടാകുന്ന സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ എത്തിക്കുവാൻ വേണ്ടി അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് പ്രിയമുള്ളവരെ, എനിക്കൊരു 3 മാസം മുമ്പ്, ഇപ്പോൾ ഒരു 3 മാസത്തോളമായി എനിക്ക് സ്ട്രോക്ക് വന്ന് ഞാൻ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇത് കഴിഞ്ഞ് എന്നോട് ഡോക്ടർ പറഞ്ഞു, തോമസേ, നിങ്ങൾ യാത്ര ചെയ്യരുത്, വാഹനം ഓടിക്കരുത്, ആരോടും കൂടുതൽ സംസാരിക്കരുത്, ജനങ്ങൾ കൂടുതൽ നിൽക്കുന്നിടത്ത് നിങ്ങൾ പോയി നിൽക്കരുത്, മാസ്ക് ധരിച്ച് നടക്കാവുള്ളെന്നെല്ലാം പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതൊന്നും ഞാൻ നോക്കാറില്ല. ഒരു ദിവസം എൻ്റെ ദൈവം എന്നിൽ പ്രത്യാശ വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ തരുന്ന ആയുസ് വരേക്ക് നിന്നാൽ മതി എന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം. ഞാൻ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ധാരാളം മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും എൻ്റെ യേശുവിനെ പ്രസംഗിക്കാതെ, എൻ്റെ യേശുവിനെ സാക്ഷിക്കാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. എന്നെ ഇന്നയോളം കൊണ്ടുവന്ന ദൈവം, എന്നെ ഇന്നയോളം വളർത്തിയ ദൈവം, എൻ്റെ വേദനയിൽ നിന്നും, എൻ്റെ കഷ്ടപ്പാടിൽ നിന്നും, എൻ്റെ പട്ടിണിയിൽ നിന്നും എന്നെ കോരിയെടുത്ത ദൈവം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു സാധു കുടുംബത്തിലെ മനുഷ്യനായിരുന്നു. എനിക്ക് വലിയ സമ്പത്തുള്ള കുടുംബത്തിലെ വ്യക്തിയൊന്നും ആയിരുന്നില്ല. ഞാൻ വളരെ ദരിദ്രനായൊരു മനുഷ്യനായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം കേട്ട് എൻ്റെ ജീവിതം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തതിന് ശേഷം അവൻ എന്നെ വളർത്തി. പ്രിയമുള്ളവരെ, എൻ്റെ ദാരിദ്ര്യം എൻ്റെ ദൈവം എനിക്ക് മാറ്റിത്തന്നു. എൻ്റെ കഷ്ടപ്പാട് എൻ്റെ ദൈവം എനിക്ക് മാറ്റിത്തന്നു. എൻ്റെ ദുരിതം എൻ്റെ കർത്താവ് എനിക്ക് മാറ്റിത്തന്നു. പ്രിയമുള്ളവരെ, എനിക്കൊരു നല്ല ഭാര്യയും ഒരു കുഞ്ഞിനെയും എൻ്റെ കർത്താവ് എനിക്ക് ദാനമായിട്ട് തന്നു. ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, എനിക്കൊരു പ്രത്യാശയുണ്ട്. എന്നെ കാണുന്ന ദൈവം, എന്നെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ദൈവം, എൻ്റെ നിരൂപണം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ദൈവം, അവനാണ് എൻ്റെ ദൈവം. അവനാണ് എന്നെ വഴി നടത്തുന്നത്. അവൻ്റെ പാതയിൽ കൂടി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു മരണപര്യന്തം വിശ്വസ്തനായിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൽ മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു നിമിഷമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച്
ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറണം. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഈ ലോകത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും, ദുരിതങ്ങൾ വന്നാലും, വേദനകൾ വന്നാലും, രോഗങ്ങൾ വന്നാലും, അനേകർ തള്ളിപ്പറഞ്ഞാലും, എന്തെല്ലാം വന്നാലും ഞാൻ എൻ്റെ മരണം വരുന്നവൻ്റെ യേശുവിനെ തള്ളിപ്പറയല്ല പ്രിയമുള്ളവർ. അവനാണ് എൻ്റെ ദൈവം, അവനാണ് എന്നെ വഴി നടത്തുന്നത്. ഞാൻ അവൻ്റെ രാജ്യത്തിലേക്ക് പോവാൻ കാത്തിരിക്കുന്നൊരു മനുഷ്യനാണ്. ഈ ഭൂമിയിലെ ആയുസ് എത്രയോ ചുരുക്കമാണെങ്കിലും ഉള്ള ആയുസ് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കണമെന്നുള്ള ആഗ്രഹിക്കുന്നൊരു മനുഷ്യനാണ് പ്രിയമുള്ളവർ. എന്തെല്ലാം സമ്പത്തുണ്ടാക്കിയിട്ട് എന്ത് പ്രയോജനമുണ്ട്? ഈ ലോകത്തിലെല്ലാം വെട്ടിപ്പിടിച്ചിട്ട് എന്ത് സന്തോഷമുണ്ട് പ്രിയമുള്ളവർ? അനേക കുടുംബങ്ങൾ ഞാൻ കാണാറുണ്ട്, ഇഷ്ടംപോലെ സമ്പത്തുള്ള കുടുംബമാണ്, ഭയങ്കര വലിയ വലിയ ജോലിക്കാരാ, പക്ഷെ കുടുംബത്തിൽ സമാധാനമില്ല. കുടുംബത്തിൽ ഒരു ദിവസം കിടന്നുറങ്ങാൻ പറ്റാത്ത എത്രയോ കുടുംബങ്ങൾ നമ്മുടെ ഈ പരിസരത്തുണ്ട്. നമ്മൾ ചിന്തിച്ചു നോക്ക്, ഭാര്യയ്ക്ക് ജോലി, ഭർത്താവിന് ജോലി, കുടുംബത്തിൽ രണ്ടുപേരും ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടിയാണ്. കുടുംബത്തിൽ അങ്ങോട്ടും പറയുന്ന വാക്കുകൾ ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പരസ്പരം വഴക്കടിച്ചും പരസ്പരം പ്രശ്നങ്ങളുണ്ടാക്കിയും ദുരിതം അനുഭവിക്കുന്ന ആൾക്കാർ പ്രിയമുള്ളവർ. എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുന്ന കുടുംബത്തിൽ എന്തോ ഒരു സമാധാനമാണ്, എന്തോ ഒരു സന്തോഷമാണ് പ്രിയമുള്ളവർ. ഒന്നുമില്ലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കഞ്ഞിയായിട്ട് വെച്ച് ഒരു ചമ്മന്തിയും കൂട്ടി അരച്ച് സന്തോഷത്തോടെ പാവിരിച്ച് നിരത്തിയിരുന്ന് 2 പാട്ട് പാടി പ്രാർത്ഥിച്ച് വേദോത്സവം വായിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ഏരക്കുന്ന മനുഷ്യർക്ക് അവൻ അനുഭവിക്കുന്ന സന്തോഷം ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അനുഭവിക്കുന്ന സന്തോഷത്തിലേക്കും വലിയ സന്തോഷമാണ് പ്രിയമുള്ളവർ. നാം ഒന്ന് മനസ്സിലാക്കണം, യാക്കോബ് പറഞ്ഞതുപോലെ ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ കരുതുന്ന ഒരു മനുഷ്യനായിരിക്കണം. എൻ്റെ സ്വന്തം ഭവനം അത് സ്വർഗരാജ്യമാണ്. ആ സ്വർഗരാജ്യത്തിന് വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരേക്കും യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിക്കണമെന്നാണ് ആഗ്രഹം പ്രിയമുള്ളവർ. അതിന് നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷി ഞാൻ നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ.